അങ്ങനെ നമ്മുടെ അണ്ണന്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് മൂവി കണ്ടതാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. തളപതി വിജയ്, ഇളയ തളപതി വിജയ്. ഞാൻ രണ്ടും പറയാൻ കാരണമുണ്ട്, അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക. പടത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു പശ്ചാത്തലം ഞാൻ പറയാം. ഞാൻ സിനിമ കാണാൻ ഇടയായ ഒരു സംഭവം, ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ ആണെന്ന് അറിഞ്ഞില്ല ഈ ഗോട്ടിന്റെ റിലീസ് ഇന്നാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു എട്ടാം തീയതി ആയിരുന്നു. അപ്പൊ രാവിലെ എണീച്ചിട്ട് ഒരു 7:30 ആകുമ്പോൾ നോക്കുമ്പോഴുണ്ട് യൂട്യൂബില് തിയേറ്റർ റെസ്പോൺസ് ഉണ്ട്. 2-3 തിയേറ്റർ റെസ്പോൺസ് വരലായി, റിവ്യൂ വന്ന് തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഇന്നാണല്ലോ റിലീസ്. അങ്ങനെ ഞാൻ തിയേറ്റർ റെസ്പോൺസ് നോക്കിയപ്പോൾ എന്താന്ന് പറയില്ല, എല്ലാരും തെറി പറഞ്ഞുകൊണ്ടാണ് തിയേറ്റർ എന്നൊക്കെ ഇറങ്ങി പോകുന്നത്, കളിയാക്കിക്കൊണ്ട്. എന്താ പറയാ, ഇത്ര ഒരു പൂറപ്പടം എന്ന നിലയിൽ ഭയങ്കരമായ തിയേറ്റർ റെസ്പോൺസ് വന്നുകൊടുക്കുന്നുണ്ടായിരുന്നു, തെറി പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ. അങ്ങനെ തിയേറ്റർ റെസ്പോൺസ് 2-3 തിയേറ്റർ റെസ്പോൺസ് കണ്ടു, എല്ലാം സെയിം സംഭവം അവസ്ഥയാണ്. ചില ആൾക്കാർ ആവറേജ് സിനിമയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു 11 മണി 12 മണിയാകുമ്പോൾ കോക്കിന്റെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷസാമിന്റെ അല്ല, നമ്മുടെ ഉണ്ണി ബോക്സിനൊക്കെ റിവ്യൂ വന്നു. ആ റിവ്യൂയിലും ഇതേ അവസ്ഥ തന്നെയാണ്, ഊക്കൽ തന്നെയാണ് പരിപാടി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഊക്ക് സിനിമ കാണാം എന്ന രീതിയിൽ തന്നെ 150 രൂപ ഒരു ബിരിയാണിന്റെ പൈസ പോകുമല്ലോ, അറിഞ്ഞുകൊണ്ട് നമ്മൾ കളയണോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ സിനിമ കയറാൻ പോയി. 4 മണിക്ക് സിനിമ തുടങ്ങി, 3 മണിക്കൂറുള്ള സിനിമ, 3 മണിക്കൂർ 10 മിനിറ്റ്. 7:10-നാണ് 7:08-നാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ സിനിമ കണ്ടു തുടങ്ങിയ ഫസ്റ്റ് ആക്ഷൻ സീനിലാണ് സിനിമ തുടങ്ങുന്നത്. അപ്പൊ ആക്ഷൻ സീനിലെ ഒരു VFX-ഉം CG വർക്കൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ ഞാൻ വരാം. അപ്പൊ പടം തുടങ്ങി, ആ ഒരു ആക്ഷൻ സീൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഒരു കഥ, നേരെ നമ്മുടെ ഒരു കുടുംബ ഫാമിലി ഓഡിയൻസിലേക്കുള്ള ഒരു സംഭവങ്ങളായി. അപ്പൊ വിജയിന്റെ എല്ലാ സിനിമയിലും ഇപ്പൊ വരുന്നത് ഒരു ഫാമിലി ഓഡിയൻസ്, ഒരു പാട്ട്, ഒരു അമ്മാപ്പാസം, അല്ലെങ്കിൽ ഒരു തങ്കച്ചിപ്പാസം, മകനുണ്ടാവും, മകളുണ്ടാവും, ഒരു ഭാര്യ ഉണ്ടാവും, ആ കുടുംബ സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതിന് വിജയ് ടോട്ടലി നമ്മൾ ട്രെയിലറിലെല്ലാം കണ്ട പോലെ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ക്യൂട്ട്നെസ്, അതിലൊരു പാസം ഒക്കെ ഇടുന്നുണ്ട്. അധികം വെറുപ്പിക്കുന്നില്ല, ചില ആൾക്കാർക്ക് ഇതൊക്കെ ക്രിഞ്ചായിട്ട് തോന്നും, ചിലയിടത്തൊക്കെ നമുക്ക് ക്രിഞ്ച് അടിക്കും. എന്നാലും ഡീസന്റ് ആയിട്ട് അത് കൊണ്ടുപോയി, അധികം വെറുപ്പിച്ചില്ല. അധികം സംഭവങ്ങൾ കോമഡി ഒക്കെ ഇട്ടിട്ട് വെറുപ്പിച്ചില്ല, അതൊക്കെ ഡീസന്റ് ആയി കൊണ്ടുപോയി. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇവന്മാർ ഇത് എന്താണ്, നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ, കാണാൻ കൊള്ളാം, ഡീസന്റ് ആണ് എന്നൊരു ചിന്താഗതിയായിരുന്നു. ആ ഒരു സംഭവം തന്നെ ആയിരുന്നു ഒരു ഇന്റർവെൽ പ്ലോട്ട് വരെ, ഇന്റർവെൽ ആ ഒരു പഞ്ച് സീൻ തന്നെയാണ് ഉള്ളത്. നമുക്ക് ഇന്റർവെല്ലിനൊക്കെ നമുക്കൊരു പ്രതീക്ഷിക്കാത്തൊരു സംഭവം, ഭയങ്കര ഒരു മാസ് സംഭവം ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് വേറൊരു സംഭവമാണ്. നമുക്ക് ഭയങ്കര അയ്യോ കണ്ണ് തള്ളിപ്പോകുന്ന സംഭവങ്ങളൊന്നല്ല. നമുക്ക് ഇത് സിനിമ കാണുന്ന ഏതൊരുത്തനും അല്ലെങ്കിൽ ഏതൊരാൾക്കും നമുക്കത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇന്നതാണ് സംഭവിക്കുന്നത്, ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവം. എന്നാലും ഒരു പഞ്ചൊക്കെ ഉണ്ടായിരുന്നു നമുക്കത് സ്ക്രീനിൽ കാണുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇന്റർവെല്ല് വരെ എന്നെ മുഷിപ്പിച്ചില്ല. ചെറിയ ചെറിയ ക്രിഞ്ച് സീനുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്കത് കണ്ടിരിക്കാം. ഓക്കെ, ഒരു ഡീസന്റ്. ഞാൻ ഇത്രയും നെഗറ്റീവ് പുറത്തുണ്ടായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് എന്താണപ്പാ ഞാനിങ്ങനെ ആലോചിച്ചു പോയി. അപ്പൊ നല്ല പഞ്ചില് ഇന്റർവെൽ സീനൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഇന്റർവെല്ലിന് ശേഷമായിരിക്കും കഥ പൊളിയുന്നത്, നെഗറ്റീവ് അതുകൊണ്ടായിരിക്കും നെഗറ്റീവ്. ഇന്റർവെല്ല് കഴിഞ്ഞപ്പോ പിന്നെ വേറെ സീനുകളായി. സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സീനുകളൊക്കെയാണ്. നമ്മൾ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഡബിൾ വിജയാണെന്ന് നമുക്കറിയാം. രണ്ട് വിജയ് ഉണ്ട്. അപ്പൊ ആ വിജയ് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ അതൊക്കെ കാണിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോയി. അങ്ങനെ നമ്മളിങ്ങനെ എന്ത് ആടേ അങ്ങനെ ഒന്നും തോന്നിപ്പിച്ചില്ല. നല്ല രീതിയിൽ തന്നെ എൻഗേജിംഗ് ആയിട്ട് ഫൈറ്റ് സീനും ആക്ഷൻ സീനും സെന്റിമെന്റ് സീനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത്, ഞാൻ ഇടയ്ക്ക് പല വിജയ് സിനിമകളും നമ്മൾ മിസ്സാക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിജയ് ഉണ്ട്. അതായത് ആക്ടിങ്, ആ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടൊരു വിജയ്, അത് പല സിനിമകളും നമ്മൾ കണ്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ലിയോ കാണുന്ന സമയത്ത് ഒരു സെന്റിമെന്റ് സീനൊക്കെ തൃഷേന്റെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് ക്രിഞ്ചായിട്ട് എനിക്ക് ഡീപ്പായിട്ട് വല്ലതും തോന്നിയില്ല. പക്ഷെ ഇതില് ഒരു അസൽ ഒരു സെന്റിമെന്റ് സീൻ, അത് ഇന്റർവെല്ലിന് മുമ്പാണ്, അത് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മുടെ ഒരു കണ്ണലയിപ്പിക്കുന്ന, നെഞ്ചിനെ ഒരു മനുഷ്യനെ ഒന്ന് ഒലക്കും, അങ്ങനത്തെ ഒരു സീൻ. അതിൽ വിജയന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മൂപ്പർ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ആക്ഷൻ വരുമ്പോഴും അതിലെ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VFX സംഭവം, VFX തുടക്കം മുതൽ പാളിയ സംഭവമാണ്. VFX-ഉം CG വർക്കൊക്കെ നമുക്ക് മനസ്സിലാവും എന്തോ ആടേ, ഇതൊക്കെ നമ്മൾ എത്രയോ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ എടുക്കുന്ന രീതി നമ്മൾ നീറ്റായിട്ട് എടുക്കുക, നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇതൊക്കെ എന്താണ്. ഗ്രീൻ സ്ക്രീൻ ബാക്കിൽ വെച്ച് ചെയ്യുന്ന സംഭവങ്ങൾ നീറ്റായിട്ട് എടുക്കുക. ഇത്രയും പൈസ കൂടി 400 കോടിയുള്ള പടം, അല്ലെങ്കിൽ 200 കോടി വിജയ് കൊണ്ടുപോയി, ബാക്കി 200 കോടിയെങ്കിലും ഇട്ടിട്ട് മര്യാദക്ക് CG വർക്കും VFX ഒക്കെ ചെയ്തുകൂടെ എന്റെ വെങ്കട് പ്രഭു അണ്ണ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പോ ഇന്റർവ്യൂവിന് ശേഷത്തെ കഥ ഞാൻ പറയാം. ഇന്റർവ്യൂവിന് ശേഷം മാന്യമായിട്ടായിരുന്നു സംഭവം കൊണ്ടുപോയത്, നല്ല ത്രില്ലിങ്ങും കാര്യങ്ങളും. പിന്നെ എനിക്ക് അഗെയിൻ പറയാനുള്ളത്, നമുക്ക് പല ഈ ആന്റി ഏജിങ് സംഭവം ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ. അപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്പൊ ഈ വിജയന്റെ യങ്ങർ വേർഷൻ ഒക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് പല രീതിയിൽ ഇപ്പൊ ഭയങ്കര ടെക്നോളജി ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ
അതിന്റെ ശരിയായ ഒരു സംഭവം നമ്മൾ ഇന്ത്യൻ സിനിമയിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഇത് കാണുന്ന സമയത്ത് നമുക്കൊരു കാർട്ടൂൺ എന്താണ് ഒരു കാർട്ടൂൺ എല്ലാം കാണുന്ന പോലെ ഒരു ഫീൽ. എന്തുവാണ് ഇങ്ങനെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്നൊരു മുഖം, ആ മുഖം കണ്ട് നമുക്ക് പെട്ടെന്ന് അതിശയനൊക്കെ ഓർമ്മ വരുന്ന രീതിയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അത് വിജയ് ആയാലും വേറെ കുറെ സർപ്രൈസിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറെ ക്യാരക്ടർ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ആൾക്കാരെല്ലാം ഈ CG വർക്കിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. അത് തുടക്കത്തിലും അവസാനത്തിലൊക്കെ ഉണ്ട്. അത് വിജയ് ആയാലും വേറെ ക്യാരക്ടറല്ല. അപ്പൊ അതൊക്കെ ഭയങ്കര ക്രിഞ്ച് അടിക്കുന്ന അല്ലെങ്കിൽ എന്തുവാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ രീതിയിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതും പിന്നെ അസ്ഥാനത്ത് വരുന്ന പാട്ടുകൾ നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് ഓക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് പാട്ട്. അത് പാട്ടിടാൻ വേറെ സ്ഥലവും ഇല്ലായിട്ട് എവിടെ നിന്നൊക്കെയോ കൊണ്ടുപോയിട്ടൊരു പാട്ട് ഓക്കെ തുരുത്തി ഇങ്ങനെ കയറ്റിയത് പോലത്തെ കുറെ പാട്ട് സീനുകളുണ്ട്. പാട്ടൊക്കെ നമുക്ക് ഇത് കണ്ടതുപോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ അസ്ഥാനത്ത് കൊണ്ടിടുന്ന പാട്ടുകൾ ഭയങ്കര നമ്മൾ അരോചകമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്റർവെല്ലിൽ ഡീസന്റ് വാച്ച് ആയിരുന്നു. അവിടെ എവിടെയെങ്കിലും ക്രിഞ്ച് പരിപാടികളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഡീസന്റ് വാച്ച് ആയിരുന്നു. ഡീസന്റ് ഒരു ആവറേജ് സംഭവം കൊടുത്തു വന്ന് ഇന്റർവെല്ലിന് ശേഷവും ഒരു ആവറേജ് തന്നെ പിടിച്ചു. പിന്നെ ഈ കുറച്ച് ക്രിഞ്ച് സീന് വരുമ്പോൾ ഈ ഗ്രാഫിക്കിന് ഉയർത്തും താഴ്ന്നൊക്കെ പോകുന്നുണ്ട്. അത് വേറെ സാധനങ്ങൾ. അപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ കൊണ്ടുപോയി അപ്പൊ അതുവരെ ആ ഒരു ആവറേജ് ഗ്രാഫ് ഇങ്ങനെ നിലനിർത്തി പോയെന്നുണ്ടായിരുന്നു. അവസാനം ഇവർ ക്ലൈമാക്സിലേക്ക് പോയി. ക്ലൈമാക്സിലേക്ക് പല സിനിമകളും നമുക്ക് അറിയാം. ക്ലൈമാക്സ് പ്രത്യേക ഒരു തീം അവർ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന പ്ലേസിൽ അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ കാര്യങ്ങളിലൊക്കെ നല്ലൊരു തീം ഒരു പ്ലോട്ട് ഉണ്ടാവും ഒരു ക്ലൈമാക്സിൽ. എനിക്ക് തോന്നുന്നു വെങ്കട് പ്രഭു ഈ ഗോട്ട് എടുക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ പാളിപ്പോയൊരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു തീം ഈ ക്ലൈമാക്സ് തന്നെ ആയിരിക്കും. ഈ ക്ലൈമാക്സ് തന്നെ ആയിരിക്കണം എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നത് ഈ ഈ പടം നശിപ്പിച്ചത്. ഈ പടത്തിന്റെ ആ ഒരു ലെവല് അത്രയും ബിലോ സ്റ്റാൻഡേർഡിലേക്ക് എത്തിച്ച ഒരു ക്ലൈമാക്സ് രംഗങ്ങൾ, അതും അരമണിക്കൂറോളം നേരം നമ്മളെ ഇങ്ങനെ ഇരുത്തി വെറുപ്പിച്ച് അവസാന ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്ന സമയത്താണ് പടം അവസാനിക്കുന്നത്. അപ്പോഴേക്ക് 3 മണിക്കൂറും 10 മിനിറ്റായി. ആലോചിക്കണം, നമ്മളിങ്ങനെ ഒന്നും മതിയാക്കടേ, ഒന്ന് നിർത്തി പോടേ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. അപ്പൊ എനിക്ക് തോന്നുന്നു അത്തരം രീതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലായിരുന്നു ക്ലൈമാക്സിൽ. ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ കണ്ടംകളിയിലേക്ക് പോയി. കണ്ടംകളി ക്രിക്കറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ആ ഒരു രീതിയിലേക്കൊക്കെ പോയി. എവിടെയൊക്കെ റഷ്യയിലേക്കും തായ്ലൻഡിലും ഭയങ്കര ഇന്റർനാഷണൽ ഫൈറ്ററും മറ്റതും ഇതൊക്കെ കഴിഞ്ഞത് അവസാനം ഒന്ന് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേക്ക് അതിന്റെ ലെവലൊക്കെ ബിലോ സ്റ്റാൻഡേർഡ് ആക്കി എവിടെയൊക്കെ എത്തിച്ച് അവസാനം ഇതന്നെ വിജയ്, അച്ഛൻ ഗാന്ധി, ചെറുമോൻ ഗാന്ധി, ഇതൊക്കെയാണ് സംഭവം. അതൊക്കെ നിങ്ങൾ കാണുക എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത് തന്നെയാണ്. ക്ലൈമാക്സ് ആ ഒരു സിനിമയെ നശിപ്പിച്ചു. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സിനിമേന്റെ വിജയം അല്ലെങ്കിൽ ഒരു വിജയത്തിന്റെ ഏറ്റവും കൂടുതൽ പങ്ക് എല്ലാ സിനിമയ്ക്കും ഉണ്ടാവുന്ന അതിന്റെ ക്ലൈമാക്സ് ആണ്. എത്ര രീതിയിൽ നല്ല രീതിയിൽ ഇന്റർവെല്ലും അതിന്റെ മുമ്പൊക്കെ എടുത്തു വെച്ചാലും ക്ലൈമാക്സ് പൊളിഞ്ഞാൽ സിനിമ പോകും. അപ്പൊ ഇത്രയും കൊണ്ടുവന്ന നല്ല രീതിയിൽ ഒരു ഡീസന്റ് വാച്ചായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിപ്പിച്ചു. കുറച്ച് ക്രിഞ്ചൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഓക്കെ അതൊക്കെ പോട്ടെ എന്ന് നോക്കാം. പിന്നെ ഭയങ്കര മാസമൊന്നും ഇല്ല കേട്ടോ. മാസമൊക്കെ വെറുതെ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. നമുക്ക് വലിയ മാസമായിട്ടൊന്നും കാര്യം തോന്നിയിട്ടില്ല. ഞാൻ ഇത്രയും മാത്രം നെഗറ്റീവ് അടിച്ചിട്ട് ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് ഞാൻ ആലോചിച്ചുകൊണ്ട് കണ്ടിരുന്നത്. അവസാനത്തെ അരമണിക്കൂർ ആ സിനിമയെ നശിപ്പിച്ചു. ഭയങ്കര ബിലോ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുപോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ അവസാനം ഇതുമല്ല, ഇതിനപ്പുറം വെങ്കട് പ്രഭു പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിന്റെ സെക്കൻഡ് പാർട്ടും കൂടി കൊണ്ടുവരുന്നുണ്ട്. ഭയങ്കര ബുദ്ധിയാണ്. എനിക്ക് വെങ്കട് പ്രഭുവോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ക്ലൈമാക്സ് ഒന്നും എഴുതാൻ സമയമില്ലെങ്കിൽ ഒരു 2 മാസം കൂടി ഇരിക്കുന്നത്, ഒരു 2 മാസം അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ഇരിക്കുക. അപ്പൊ നല്ലൊരു ക്ലൈമാക്സ്, നല്ലൊരു പ്ലോട്ട്, നല്ലൊരു തീമൊക്കെ കിട്ടും. അല്ലാതെ വെറുതെ തട്ടിക്കൂട്ട് ക്ലൈമാക്സും കൊണ്ട് അരമണിക്കൂർ ആൾക്കാരെ വച്ച് വെറുപ്പിച്ച് അവസാനം തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കുന്ന ഒരു സംഭവം വെറുതെ എന്തിനാണ് ആൾക്കാരെ വെറുതെ പൈസ കളയാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാവരും നിങ്ങൾ പോയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നമ്മുടെ വിജയ് അണ്ണന്റെ ആട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കാര്യങ്ങൾ പറയാം. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ആൻഡ് കീപ് വാച്ചിങ് ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.